ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് കനോണിക്കൽ എൻസെമ്പിളിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ കനോണിക്കൽ എൻസെമ്പിളിലെ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ തെർമോഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ഹെലംഹോൾട്സ് ഫ്രീ എനർജി, കെമിക്കൽ പൊട്ടൻഷ്യൽ, ഇൻറ്റേർണൽ എനർജി, പ്രഷർ തുടങ്ങിയിട്ടുള്ള തെർമോഡൈനാമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയത് പാർട്ടീഷൻ ഫംഗ്ഷനാണ്. ഏതൊരു കണ്ടീഷനിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷനാണ് കിട്ടിയത്? ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷനാണ് കിട്ടിയത്. ഓക്കെ, QN(F). ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ തെർമോഡൈനാമിക്സ് മൊത്തം ഡിറൈവ് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഹെലംഹോൾട്സ് ഫ്രീ എനർജി. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് A = -kT log QN(F)(ET). അല്ലേ? QN(F)(ET)ക്ക് നമുക്ക് കിട്ടിയ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1/n(V/h3 2πm/kT)n. ഇപ്പോൾ ലോഗരിതം എടുക്കുക. ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ V/h3 2πm/kT)3/2n Aയും n⁴ B ആയിട്ട് എടുത്തു. അപ്പോൾ ലോഗ് A/B എന്നുള്ള ഫോം വരും. ലോഗ് A/B എന്ന് പറഞ്ഞാൽ log A - log B ആണ്. log ഓഫ് V/h3 2πm/kT)3/2n. This is A minus log B. B എന്ന് പറയുന്നത് n⁴ ആണ്. അപ്പോൾ -log n⁴. ഓക്കെ, log A⁻B എന്ന് പറഞ്ഞാൽ B log A അല്ലേ? അപ്പോൾ raised to n എന്നുള്ളത് എന്തായിട്ട് വന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വന്നു. n log V/h3 2πm/kT)3/2. ഓക്കെ, മൈനസ് ലോഗ് n⁴. സ്റ്റെർലിങ്സ് ഫോർമുല നമ്മൾ പഠിച്ച സ്റ്റെർലിങ്സ് ഫോർമുലയാണ്. n log n മൈനസ് n ആണ്. കോമൺ ആയിട്ട് പുറത്ത് മൈനസ് ഉള്ളത് കൊണ്ട് എന്ത് വരും? n log n മൈനസ് ഓഫ് മൈനസ് n, ദാറ്റ് ഈസ് പ്ലസ് n ആയിട്ട് വരും. ദിസ് ഇസ് log Q. അപ്പോൾ -log Q ആയി കഴിഞ്ഞാൽ എന്താ വരിക? -log Q ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനും ഒരു മൈനസ് കൊടുത്താൽ മതി. ഫസ്റ്റ് ടേം മൈനസ് ആയി. -n log V/h3 2πm/kT)3/2 -n log n എന്നുള്ളത് +n log n ആയി. +n എന്നുള്ളത് -n ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതിൽ ഈ ലാസ്റ്റ് ടേം -n എന്നുള്ള ടേം ഒഴികെ ബാക്കി രണ്ടെണ്ണത്തിലും ലോഗരിതം ഉണ്ടല്ലോ. രണ്ടിലും n ഉണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും n ഞാൻ ആദ്യം -n ഞാൻ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്തു. രണ്ടിൽ നിന്നും -n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ -n ഇൻറ്റു പിന്നെ ലോഗ് V/h3 2πm/kT)3/2 -log n അല്ലേ? ഇപ്പോൾ log A - log B എന്നുള്ള ഫോമാണ്. അപ്പോൾ വീണ്ടും അവിടെ log A/B എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. -n log V/h3 2πm/kT)3/2 ഡിവൈഡഡ് ബൈ n. അതാണ് V/nh³ എന്ന് പറയാനുള്ള കാരണം. 2πm/kT)3/2 പുറത്തുള്ള -n അവിടെ ഉണ്ട്. അത് -n അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മൈനസ് ആയിട്ടല്ല കിടക്കുന്നത്. മൈനസ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്യാം? all raised to n all raised to -1 എന്ന് കൊടുക്കാം. അപ്പോൾ n log V/nh³ 2πm/kT)3/2 raised to -1 എഴുതുന്നത് കൊണ്ടും തെറ്റില്ല അല്ലേ? x raised to -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ്. ആ ഒരു ഫോമാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ എന്ത് വരും? n log ഇത് തിരിച്ചെഴുതാം. raised to -1 അല്ലേ ഉള്ളത്. അപ്പോൾ 1/x എന്നുള്ള ഫോമായി. അപ്പോൾ n⁴/V/2πm/kT)3/2 എന്നുള്ള ഫോമിലേക്ക് വന്നു. -n പുറത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇന്ന് രണ്ടിന്നും n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അതെന്ത് വരും? n ഇൻറ്റു log n/v h³/2πm/kT)3/2 പകരം h²/2πm/kT all⁻³ എന്നാക്കി മാറ്റി. അപ്പോൾ h²/3/2 എന്ന് പറഞ്ഞാൽ h³ തന്നെയാണ് വരിക. 2πm/kT)3/2 ഉണ്ട്. അപ്പോൾ ഈ ടേമിൽ h³/2πm/kT)3/2 എന്ന് പകരം h²/2πm/kT all⁻³ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതി. ഇതിൽ നിന്നും കോമൺ ആയിട്ട് n പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ -n എന്നുള്ളതിന് പകരം -1 ആയിട്ട് മാറ്റാം. ദിസ് ഇസ് -log Q. നമുക്ക് വേണ്ട എന്താണ്? A ആണ്. A എന്ന് പറഞ്ഞാൽ -kT log Q ആണ്. അപ്പോൾ KT ഇൻറ്റു -log Q ചെയ്താൽ മതി. KT ഇൻറ്റു ഈ ടേം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും A കിട്ടും. ഓക്കെ,
അപ്പോൾ എ കിട്ടി. ഇനി മ്യൂ കണ്ടെത്തണം. മ്യൂ കണ്ടെത്താൻ എന്താ മതി? ഡോ എ ബൈ ഡോ എൻ കീപ്പിംഗ് വി ആൻഡ് ടി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ എയുടെ എക്സ്പ്രഷനെ എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? എൻ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ കെ ടി എന്ന് പറയുന്നത് എ ആയിട്ടും ലോഗ് എൻ രണ്ടിലും എൻ വരുന്നുണ്ടല്ലോ. ലോഗ് എൻ ബൈ വി സ്ക്വയർ ബൈ 2πm/3/2 -1 എന്നുള്ളത് ബി ആയിട്ട്, അല്ലെങ്കിൽ യുവും വിയും ആയിട്ട് കൺസിഡർ ചെയ്യുക. യു വി റൂൾ ഉണ്ടല്ലോ, യു വി റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുക? എൻ കെ ടി യു ഇൻറ്റു ഡി വി. എൻ കെ ടി അവിടെ കിട്ടി. ലോഗരിതത്തിൻ്റെ ഡിഫറൻഷ്യൽ 1 ആ ടേം 1/n/v(h²/2πm/kt⁵3/2) എന്നുള്ള ടേം വരും. പിന്നെ ഇതിൻ്റെ ഡിഫറൻഷ്യൽ 1/v(h²/2πm/kt⁵3/2) വിത്ത് റെസ്പെക്ട് ടു എന്നല്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ n ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/h²/2πm/kt⁵3/2 എന്നിൻ്റെ ഡിഫറൻഷ്യൽ 1. പിന്നെ -1 ഉണ്ട്. -1ൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ യു ഡി വി ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുണ്ട്? വി ഡി യു. വിയുടെ സ്ഥാനത്ത് log n/v(h²/2πm/kt⁵3/2 -1 ദാറ്റ് ഇസ് വി. യു ഡി യു വിത്ത് റെസ്പെക്ട് ടു എൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എൻ കെ ടിനെ വിത്ത് റെസ്പെക്ട് ടു എൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കെ ടി മാത്രം വരും. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഓക്കെ, ഇനി നോക്കുക, ക്യാൻസൽ ചെയ്യാൻ പറ്റും. നോക്കുക, ക്യാൻസൽ ചെയ്യുക. 1/v(h²/2πm/kt⁵3/2 എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് ക്യാൻസൽ ചെയ്തു. എന്നും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ വരുന്നത് ഫസ്റ്റ് ടൈമിൽ ആകെ വരിക കെ ടി എന്ന് പറയുന്ന ടൈം മാത്രമാണ്. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു. പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് കെ ടി പുറത്തുണ്ട്. അപ്പോൾ കെ ടി ഇൻറ്റു log n/v(h²/2πm/kt⁵3/2 -1 ഇൻറ്റു കെ ടി. മൈനസ് കെ ടി ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഒരു പ്ലസ് കെ ടി പിന്നെ ഒരു മൈനസ് കെ ടി ഉണ്ട്. ക്യാൻസൽ. ബാക്കി വരെ എന്താണ്? കെ ടി log n/v(h²/2πm/kt⁵3/2. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മ്യൂ കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ മ്യൂവിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. കെ ടി log n/v(h²/2πm/kt⁵3/2. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രഷർ പി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ വി അറ്റ് എൻ ആൻഡ് ടി കീപ്പിംഗ് എൻ ആൻഡ് ടി കോൺസ്റ്റന്റ്. മൈനസ് ഉണ്ട്. എ നമ്മൾ കണ്ടുപിടിച്ചു. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക കീപ്പിംഗ് എൻ ആൻഡ് ടി കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ വി ഓഫ് എയുടെ എക്സ്പ്രഷൻ എഴുതി. എൻ കെ ടി log n/v(h²/2πm/kt⁵3/2 -1 അല്ലേ. ഇവിടെ നോക്കുക, വീണ്ടും നേരത്തെ പോലെ തന്നെ എൻ കെ ടി കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ലോഗരിതത്തിൻ്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 1/n/v(h²/2πm/kt⁵3/2. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് വേരിയബിൾ വി ആണ് വേരിയബിൾ. അപ്പോൾ n ഇൻറ്റു h²/2πm/kt⁵3/2 കോൺസ്റ്റൻ്റ് ആണ്. 1/vയുടെ ഡിഫറൻഷ്യൽ -1/v². 1ൻ്റെ ഡിഫറൻഷ്യൽ എന്താ? വീണ്ടും ഒരു -1 ഉണ്ട്. അതിൻ്റെ ഡിഫറൻഷ്യൽ 1 കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡിഫറൻഷ്യൽ 0. അപ്പോൾ ആ ടൈമാണ്. ഇനി നേരത്തെ പോലെ തന്നെ വീണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. നോക്കുക, h²/2πm/kt⁵3/2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. n h²/2πm/kt⁵3/2 എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. പിന്നെ പുറത്തൊരു -n kT കിടക്കുന്നുണ്ട്. പിന്നെ ഡിനോമിനേറ്ററിലൊരു വി കിടക്കുന്നുണ്ട്. അപ്പോൾ 1/1/v. പിന്നെ ഇവിടെ ഉള്ളത് -1/v² അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. 1/1/v എന്ന് പറഞ്ഞാൽ മുകളിൽ ന്യൂമറേറ്ററിലൊരു വി വരും. ന്യൂമറേറ്ററിലൊരു വിയും ഡിനോമിനേറ്ററിലൊരു v² നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഡിനോമിനേറ്ററിലൊരു വി മാത്രമാണ് നിൽക്കുക. അപ്പോൾ n/kT/v എന്നുള്ളതാണ് പ്രഷറിൻ്റെ എക്സ്പ്രഷൻ. നമ്മൾ പഠിച്ചത് തന്നെയാണ്. പി വി ഈസ് ഈക്വൽ ടു n/kT ഓർ nRTയുടെ കണ്ടീഷൻ. സ്മോൾ nRT എഴുതുമ്പോൾ സ്മോൾ n ആണ് വരിക. n/kT പി വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ n/kT എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ പ്രഷറിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയില്ലേ? പി ഈസ് ഈക്വൽ ടു n/kT/v. ഡ്രോപ്പ് പി എസ് ഇസ് ഈക്വൽ ടു -ഡോ എ ബൈ ഡോ ടി കീപ്പിംഗ് n ആൻഡ് v കോൺസ്റ്റന്റ്. അപ്പോൾ -ഡോ ബൈ ഡോ ടി ഓഫ് വീണ്ടും n/kT log n/v(h²/2πm/kt⁵3/2 -n/kT. ഓക്കെ, ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് ഉണ്ട്. nk അവിടെ നിർത്തി. രണ്ടിൽ കോമൺ ആണല്ലോ. അപ്പോൾ nk ഞാൻ പുറത്തേക്ക് എടുത്തു.
ഇനി ടി ഇൻറ്റു ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ കെ ടി റേസ് ടു 3 ബൈ 2 ഡിഫറൻഷ്യൽ. അപ്പോൾ യു ബൈ വി റൂൾ തന്നെ, സോറി യു ഇൻറ്റു വി റൂൾ തന്നെ, യു വി റൂൾ തന്നെ ടി ഇൻറ്റു ലോഗരിതത്തിൻ്റെ ഡിഫറൻഷ്യൽ 1 ബൈ എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ ടി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ ഹോൾ റേസ് ടു 3 ബൈ 2 കെ ടി റേസ് ടു 3 ബൈ 2. പിന്നെ ഇതേ ടേം ടി ഒഴികെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എൻ ബൈ വി ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ 2 പൈ എം റേസ് ടു 3 ബൈ 2. ഇനി ടി റേസ് ടു 1 ബൈ ടി റേസ് ടു 3 ബൈ 2 ആണ്, അല്ലെങ്കിൽ ടി റേസ് ടു മൈനസ് 3 ബൈ 2 ആണ്. അതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് 3 ബൈ 2 ടി റേസ് ടു മൈനസ് 5 ബൈ 2. ദാറ്റ് ഈസ് യു ഇൻറ്റു ഡി വി. ഇതെന്തുണ്ട്? വി ഇൻറ്റു ഡി ഉണ്ട്. വി എന്ന് പറയുന്നത് ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ ടി റേസ് ടു 3 ബൈ 2 ആണ്. ഇൻറ്റു യു ഡി യു. ഡി യുവിൻ്റെ സ്ഥാനത്ത് ടി ആണ്. ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ടിയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടി ആണ് ഡിഫറൻഷ്യൽ ചെയ്യുന്നത് 1. അതാണ് ഇവിടെ വരുന്ന എക്സ്പ്രഷൻ. മൈനസ് ഇത് കഴിഞ്ഞിട്ടില്ല. മൈനസ് എൻ കെ ടി ഉണ്ട്. എൻ കെ ടിയുടെ ഡിഫറൻഷ്യൽ റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യൽ ചെയ്യുന്നത് മൈനസ് എൻ കെ. അതും കൂടി വരുന്ന അപ്പോൾ മൈനസ് എൻ കെ ടി ഇൻറ്റു 1 by n by v h square by 2 pi m k t raised to 3 by 2 n by v h square by 2 pi m raised to 3 by 2 minus 3 by 2 t raised to minus 5 by 2 plus log n by v h square by 2 pi m k t raised to 3 by 2 minus n cube. ഇതിലും കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ റൈസ് ടു 3 ബൈ 2 രണ്ടിലും ഉണ്ടാവും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ടി റൈസ് ടു ടി ഇൻറ്റു 1 ബൈ ടി റൈസ് ടു 3 ബൈ 2 ഉണ്ട്. അപ്പോൾ ടി റൈസ് ടു 3 ബൈ 2 ന്യൂമറേറ്ററിലേക്ക് വരും. 1 ബൈ ടി റൈസ് ടു 3 ബൈ 2 അല്ല, ടി റൈസ് ടു 3 ബൈ 2 ന്യൂമറേറ്ററിലേക്ക് വരും. ടി റൈസ് ടു 3 ബൈ 2 ഇൻറ്റു ടി, അപ്പോൾ ടി റൈസ് ടു 5 ബൈ 2 എന്ന് വരും. 3 ബൈ 2 എന്ന് പറഞ്ഞാൽ 1.5. ടി റൈസ് ടു 3 ബൈ 2 ഇൻറ്റു ടി, അപ്പോൾ ടി റൈസ് ടു 3 ബൈ 2 പ്ലസ് 1. 1.5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2.5 വരും. അപ്പോൾ ടി റൈസ് ടു 5 ബൈ 2 എന്ന് വരും. ഇൻറ്റു ഇവിടെ ടി റൈസ് ടു മൈനസ് 5 ബൈ 2 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് മൈനസ് 3 ബൈ 2 എന്ന ടേം മാത്രമാണ്. ഇവിടെ മൈനസ് 3 ബൈ 2 മാത്രം. ഓക്കെ, മൈനസ് എൻ കെ മൈനസ് 5 ബൈ 2 മൈനസ് 3 ബൈ 2 മൈനസ് 1 ദറ്റ് ഈസ് മൈനസ് 5 ബൈ 2 എന്ന് കിട്ടും. ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ ടി റേസ് ടു 3 ബൈ 2 എന്ന് വരും. അപ്പോൾ മൈനസ് കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ കെ ഇൻറ്റു 5 ബൈ 2 മൈനസ് ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ ടി റേസ് ടു 3 ബൈ 2. This is the expression for entropy. Then internal energy minus dou by dou beta of log q ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എ ബൈ ടി ചെയ്യാം. ഇതിൽ ഞാൻ ചെയ്തത് മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എ ബൈ ടി ആണ് ചെയ്തത്. എയുടെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെ ടി വെച്ച് ഡിവൈഡ് ചെയ്തു ഫസ്റ്റ്. എയുടെ എക്സ്പ്രഷൻ എന്താ? എൻ കെ ടി ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എൻ കെ ടി റേസ് ടു 3 ബൈ 2 മൈനസ് 1. ഇതൊക്കെ ടി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൻ കെ ഇൻറ്റു ഈ ടേം. ഇവിടെ ടി ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? അപ്പോൾ അതാണ് എ ബൈ ടി. ആ എ ബൈ ടീനെ എന്ത് ചെയ്തു? ടി വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എ ബൈ ടീനെ ക്വസ്റ്റ്യൻ നമ്പർ 14 എ നോക്കാം. ഇവിടെ എ ബൈ ടി ഉണ്ട്. എ ബൈ ടി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അതിനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പുറത്തൊരു മൈനസ് ടി സ്ക്വയർ ഉണ്ട്. അപ്പോൾ മൈനസ് ടി സ്ക്വയർ അവിടെ നിൽക്കുന്നുണ്ട്. ഡോ ബൈ ഡോ ടി എ ബൈ ടിയുടെ ടേമാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ കെ ലോഗ് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എൻ കെ ടി റേസ് ടു 3 ബൈ 2 മൈനസ് 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു എൻ കെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്കെടുത്തു. ലോഗരിതം ടേമിൻ്റെ ഡിഫറൻഷ്യൽ 1 ബൈ എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എൻ കെ റേസ് ടു 3 ബൈ 2 ഇൻറ്റു 1 കെ ടി റേസ് ടു 3 ബൈ 2. ഓക്കെ, ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടി, അതായത് എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എൻ കെ റേസ് ടു 3 ബൈ 2 കോൺസ്റ്റൻറ്റ്. ടി റേസ് ടു 3 ബൈ 2 ഉണ്ട്. 1 ബൈ ടി റേസ് ടു 3 ബൈ 2 ഡിഫറൻഷ്യൽ മൈനസ് 3 ബൈ 2 ടി റേസ് ടു മൈനസ് 5 ബൈ 2. പിന്നെ 1ൻ്റെ ഡിഫറൻഷ്യൽ ഉണ്ട്. 1ൻ്റെ ഡിഫറൻഷ്യൽ 0. അപ്പോൾ അതും എഴുതി. എൻ ബൈ വി എച്ച് സ്ക്വയർ ബൈ 2 പൈ എം കെ റേസ് ടു 3 ബൈ 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ടാവും, ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ടി റേസ് ടു 3 ബൈ 2 ടി സ്ക്വയറും. അപ്പോൾ ടി റേസ് ടു 3 ബൈ 2 പ്ലസ് 2 വരും. അപ്പോൾ ടി റേസ് ടു 7 ബൈ 2 ഉണ്ട്. അതേപോലെ ടി റേസ് ടു മൈനസ് 5 ബൈ 2 ഉണ്ട്.
t⁻²⁴ ടി റേസ് ടു 5/2 പോയി കഴിഞ്ഞാൽ 3.5 പോയി കഴിഞ്ഞാൽ 2.5 പോയി കഴിഞ്ഞാൽ 1 കിട്ടും. അതാണ് t എന്ന് മാത്രം കിട്ടും. 3/2 nk ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്യും. അത് നിങ്ങൾക്ക് യു ക്യാൻ യൂസ് എനി വേ, എനി മെത്തേഡ് ടു സോൾവ് ദിസ്. അതായത് u = 3/2 nkt എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. അത് a+ts എന്നുള്ള ഫോർമാറ്റിൽ u = a+ts എന്നുള്ള ഫോർമാറ്റിൽ ചെയ്യാം. അത് ചെയ്താലും കിട്ടുക 3/2 nkt. താങ്ക് യു.